ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ മുതിര വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. മുതിരയിൽ ഫാറ്റ് കുറവായതിനാൽ ഇതിന് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഫൈബർ കൂടുതലുണ്ട് ഇതിനകത്ത്. ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുതിര ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മുതിര കഴിച്ചാൽ കുതിരയോളം ശക്തി ഉണ്ടാകുമെന്നാണ് പണ്ട് മുതലേ പറയുന്നത്. പിന്നെ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഫ്ലാക്സീഡാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻസ്, മിനറൽസ് ധാരാളമുണ്ട്. ഹൃദയത്തിന് നല്ലതാണ്. BP കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. ഇനി ഇത് ഞവരേരിയാണ്. ഇത് ആഹാരമായിട്ടും ഔഷധമായി ഉപയോഗിക്കുന്നു. തവിട് കളയാതെ അരി ആയതിനാൽ ഇതിന് ആയുർവേദ ഔഷധങ്ങളിൽ നിർമ്മാണത്തിന് മുഖ്യമായും പങ്കുവഹിക്കുന്നു. ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു അരിയാണ്. ഇനി ആശാളി വാതരോഗങ്ങളെ, സന്ധിവേദന, ഉദരരോഗങ്ങൾ, ശരീരം തണുക്കാനും ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ കഞ്ഞിക്കകത്തും ഒക്കെ ഇത് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവ ധാരാളമുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവർ ഇത് അളവ് കുറച്ച് കഴിക്കണം. പിന്നെ കാഷ്യൂനട്ട്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവ എല്ലാവർക്കും എനർജി ഫുഡായിട്ടും ഉപയോഗിക്കാം. ധാരാളം മിനറൽസും വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫൈബർ, പ്രോട്ടീന്, ഫാറ്റ് എന്നിവ ബദാമിൽ ധാരാളം, വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റാണിത്. ഇത് വളരെ നല്ലതാണ്. ആൾക്കാരിത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കൺട്രോളാകും. അങ്ങനെ നമ്മളിത് ബദാമും ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാം നമുക്കൊന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാക്കി കൊടുത്താൽ കുട്ടികളുമൊക്കെ കഴിച്ചോളും. ഇനി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കൊപ്ര പൊടിച്ചെടുക്കുക ചെയ്തത്. അതിനി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് വറക്കണ്ട. അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഇതെല്ലാം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ ഈ കപ്പലണ്ടി, ബദാം, അണ്ടിപ്പരിപ്പ് ഇത് പൊടിക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ കട്ട പോലെയൊക്കെ ഇരിക്കും. ഇത് പൊടിക്കുന്ന സമയത്ത് ഞാനൊരു 8 ഏലക്കയുടെ കുരുവും കൂടെ അതിനൊപ്പം ചേർത്ത് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നവരേരിയും പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ വറുത്ത് വെച്ച ആ തേങ്ങ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ടയൊന്നുമില്ലാതെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കാം. ഇനി ഞാനിവിടെ 1 കിലോ ഉള്ള ഒരു കരിപ്പെട്ടിയുണ്ട്. അതും പനഞ്ചക്കര അത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 600 ഗ്രാം മതി. 600 ഗ്രാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പനയുടെ ഓലയുടെ നാര് പോലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റെയിനർ വെച്ച് ഉരുളിയിലോട്ട് അരിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ചാൽ മതി, അല്ലാതെ നൂൽപ്പരുവൊന്നും ആകണ്ട. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഈസിയായിട്ട് നമുക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പൊടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ഒരു ഫ്ലാക്സീഡിൻ്റെ പല നട്ട്സുകളെല്ലാം കൂടെ ചേർത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു, അതുപോലെ കർക്കിടകം മരുന്നുണ്ട, അതെല്ലാം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവർ കണ്ടതൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ അവലും എള്ളും കൂടെ ഉള്ള ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇട്ടേക്കാം. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂൺ നെയ്യേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി ചൂടിൽ വേണ്ട, ചെറിയ ചൂടിൽ അത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.